നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം, നിങ്ങൾ നിങ്ങളെ തന്നെ പണിയണം എന്നാണ്. നിങ്ങൾ ശൂന്യമായിരിക്കുമ്പോൾ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ പാടില്ല. നിങ്ങൾ ശൂന്യമായിരിക്കുന്നു എന്ന് അർത്ഥം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആലയം പണിയാൻ തുടങ്ങുക, ശൂന്യമായിരിക്കുന്ന ആലയത്തെ പണിയാൻ തുടങ്ങുക. അപ്പോൾ ഹഗ്ഗായി പ്രവാചകൻ പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ശൂന്യമായ ദേവാലയത്തെ ആര് പണിഞ്ഞ് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അനുഗ്രഹം ആരംഭിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ മുന്തിരിവള്ളികൾ തളിർക്കും, നിങ്ങളുടെ മാതളങ്ങൾ പൂക്കും, നിങ്ങളുടെ അത്തിവൃക്ഷങ്ങൾ ഫലം തരും. നിങ്ങളുടെ ജീവിതത്തിൽ എവിടൊക്കെയാണോ നിഷ്ഫലമായി പോയി എന്ന് വിചാരിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ പണിയുമ്പോൾ, ദേവാലയത്തെ പണിയുമ്പോൾ, ഇതാ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന പ്രവചനം. 3 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള പ്രവാചകന്റെ വാക്കുകൾ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത് 3 തലത്തിലാണ്. 3 തലത്തിലുള്ള അനുഗ്രഹങ്ങൾ. ഒന്നാമത്തെ അനുഗ്രഹം, ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. ശിഷ്യന്മാർ വലകഴുകിക്കൊണ്ടിരിക്കുന്നു. ശീമോനും സഹോദരനും കൂടി വലകഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്നവരെ വിളിക്കും. അവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തമാണ്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഇതുവരെ നിങ്ങൾ മീൻ പിടിക്കുന്നവരായിരുന്നു, മത്സ്യം പിടിക്കുന്നവരായിരുന്നു. ഇന്നു മുതൽ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാകും. അപ്പോഴാണ് പത്രോസിൻ്റെ ചോദ്യം, ഞാൻ നിന്നെ അനുഗമിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? നമ്മുടെ എല്ലാവരുടെയും ഒരു ചോദ്യമാണ് അതല്ലേ. അച്ഛൻ പറയും പള്ളിയിൽ വരണം. നമ്മുടെ ചോദ്യം, പള്ളിയിൽ പോയാൽ എന്തോ കിട്ടും? എന്ത് കിട്ടും? സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടണം. സൺഡേ സ്കൂളിൽ പോയാൽ എന്ത് കിട്ടും? ആ സമയത്ത് എൻട്രൻസിന് പോയാൽ നമുക്ക് എൻജിനീയർ ആകാം, ഡോക്ടറാകാം. ഇപ്പം ഞായറാഴ്ച രാവിലെയും നമുക്ക് ഇതൊക്കെയാണല്ലോ. എന്ത് കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. എന്ത് ലാഭം? ലാഭം പ്രതീക്ഷിച്ചാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത്, അല്ലേ? പരുമല വരെ പദയാത്രയായി നടന്നു പോകുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും പറയാനൊരു കാരണം കാണും, ഞാൻ എന്തിനാണ് നടന്നു പോകുന്നത് എന്ന്. ചില ആളുകൾ പറയും, ഈ വർഷം നടന്നു പോകുന്നില്ല. എന്താ കാരണം? പ്രത്യേകിച്ച് കാര്യമൊന്നും സാധിക്കാൻ ഇല്ല. ആത്മീകമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കണ്ടെത്തുന്നവരുണ്ട്. അങ്ങനെ ഒരു ചോദ്യമാണ് പത്രോസ് ചോദിച്ചത്, എനിക്കെന്ത് കിട്ടും? ഞാൻ നിന്നെ അനുഗമിച്ചാൽ എനിക്കെന്ത് കിട്ടും? ഈ ശീമോനിൽ നിന്ന് പത്രോസിലേക്കുള്ള വലിയ മാറ്റം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവൻ പറഞ്ഞു, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്കെല്ലാം കിട്ടും. എല്ലാം കിട്ടുന്ന ഒരന്വേഷണത്തെക്കുറിച്ച് പത്രോസ് തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അന്വേഷണത്തിന്റെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന ഒരു ജീവിത നന്മയുണ്ട്. ആ നന്മയെക്കുറിച്ചാണ് ശീമോന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ശീമോന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അവർ വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. എന്തിനു വേണ്ടിയാ വല കഴുകുന്നത്? വല കഴുകുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാ. എന്തിനാ വല കഴുകുന്നത്? മത്സ്യം പിടിക്കുന്ന ആളുകൾ, മീൻ പിടിക്കുന്ന ആളുകൾ അവരുടെ വല കഴുകിക്കളയുന്നത്, വൃത്തിയാക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? 3 കാര്യങ്ങൾക്ക് വേണ്ടി. 1, അതിലെ അഴുക്ക് കളയാനായിട്ട്. അതിലെ അഴുക്ക് കളയാനായിട്ടാണ് ഒന്നാമത്. 2, അതിൻ്റെ ഭാരം കുറയ്ക്കാൻ. അഴുക്ക് അതിലിരുന്നാൽ, മറ്റ് സാധനങ്ങളിരുന്നാൽ അതിൻ്റെ ഭാരം കൂടും. ഭാരം കുറയ്ക്കാനായിട്ടാണ്. 3, അത് പിഞ്ചിപ്പോകാതിരിപ്പാൻ. കടലിലെ മണലും ഒക്കെ ചേർന്ന് ഉപ്പ് രസം അതിൽ ചേർന്നിരുന്നാൽ അത് പിഞ്ചിപ്പോകാനുള്ള സാധ്യത
ഉണ്ട്. അതുകൊണ്ട് അവർ വല കഴുകിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഞാനും നിങ്ങളും കഴുകേണ്ട ചില ആവശ്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് കഴുകപ്പെടേണ്ടത്? ഒന്ന്, അഴുക്കിനെ കളയാൻ. രണ്ട്, ജീവിത ഭാരങ്ങളെ കുറയ്ക്കാൻ. മൂന്ന്, ജീവിതങ്ങൾ പിഞ്ചി മുറിഞ്ഞ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. കഴുകി വെടിപ്പാക്കണം എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മസ്മൂറകളിൽ വളരെ സ്പഷ്ടമായി, നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ. ഈ കഴുകലും വെടിപ്പാക്കലും ഇതിനു വേണ്ടിയിട്ടാണ്. മനുഷ്യരെ പിടിക്കുന്നവർ മനുഷ്യരാൽ ബന്ധിക്കപ്പെടുന്നവരായി തീരാൻ, മനുഷ്യരോട് ചേർന്ന് ജീവിക്കാൻ, മനുഷ്യനെ നേടാൻ, ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടി, വിശുദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടി, ഈ വളർച്ചയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് സഭ നമുക്ക് വിശുദ്ധ കുമ്പസാരവും പ്രാർത്ഥനകളും ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് യൗനാ നബിയുടെ പ്രാർത്ഥന. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന യൗനാ നബിയെക്കുറിച്ച് പറയുന്നത് അവൻ യഹോവയോട് നിലവിളിച്ചു എന്ന് മാത്രമല്ല, അതിനപ്പുറത്തൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അവൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചു എന്നാണ്. വഴിതെറ്റിൽ നിന്ന് ജീവിതത്തിൻ്റെ നന്മയിലേക്ക് തിരികെ വരുവാനുള്ള ഒരു അയ്യം വിളിയായി മാറണം ഈ കഴുകൽ. ജീവിതം വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള വലകളെ കഴുകുന്ന അനുഭവങ്ങളായി ജീവിതങ്ങൾ മാറുമ്പോഴാണ് യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്നത്. അവിടെ ഒരു വലിയ വിളിയാണ്, വിശുദ്ധിയിലേക്കുള്ള വിളി. പാപങ്ങളിൽ നിന്ന് കഴുകി പുതിയ ജീവിത അനുഭവങ്ങളിലേക്ക്, ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമായ പാപങ്ങളുടെ കഴുകിക്കളയൽ. അവിടെ അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരും ഞാനും നിങ്ങളും. എന്തിനു വേണ്ടി? മനുഷ്യരെ നേടുവാനുള്ള വിളിക്ക് വേണ്ടി, നല്ല സാക്ഷ്യത്തിന് വേണ്ടി. ഞാനും നിങ്ങളും നല്ല സാക്ഷ്യത്തിനൊരുങ്ങുന്നവരാകുമ്പോൾ ആ സാക്ഷ്യം മറ്റുള്ളവർക്ക് എന്നിലേക്ക് വരുവാൻ, ദൈവത്തിങ്കലേക്ക് പോകുവാനുള്ളൊരു വഴിയായി മാറും. അവിടെയാണ് വിശുദ്ധിയുടെ പ്രത്യേകത. അവിടെയാണ് ജീവിതത്തിൻ്റെ നന്മകൾ ഉണ്ടാകുന്നത്. അയോഗ്യതയോടെ അപ്പം തിന്നുകയോ അയോഗ്യതയോടെ രക്തം കുടിക്കുകയോ ചെയ്യുന്നവൻ മരിച്ചു പോകും എന്ന് പറയുന്നതും രോഗിയായി മാറുമെന്ന് പറയുന്നതും ഇവിടെയാണ്. അശുദ്ധി നിറഞ്ഞ ഒരാളിലേക്ക് വിശുദ്ധിയുടെ അനുഭവങ്ങളെ കൊണ്ടുവരണമെങ്കിൽ ആദ്യം കഴുകണം എന്നാണ്. ഒരു പാത്രത്തിൽ എച്ചിലുണ്ടെങ്കിൽ വീണ്ടും നല്ല ആഹാരം എത്ര വിളമ്പിയാലും അത് കഴിക്കാൻ തോന്നുമോ? ഇല്ല. മറിച്ച് ആ പാത്രം നന്നായി കഴുകി അതിലേക്ക് വിശുദ്ധിയുള്ളതും ഭംഗിയുള്ളതുമായ ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ ആർത്തിയോടെ ഞാനും നിങ്ങളും അത് കഴിക്കും, സന്തോഷത്തോടെ കഴിക്കും, സമാധാനത്തോടെ കഴിക്കും. അതുകൊണ്ട് വിശുദ്ധിയുള്ള പാത്രങ്ങളായി മാറുവാൻ കഴിയുന്നൊരു വിളിയാണ് ഒന്നാമത്തെ അനുഗ്രഹം. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, മനുഷ്യരെ നേടുന്നവരായി, നല്ല സാക്ഷ്യമുള്ള അനുഭവമായി തീരുമ്പോൾ ഒന്നാമത് ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ പറയുക, നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നാൽ ഇസ്രായേലിൽ വരുത്തിയ ബാധയെ ഞാൻ വരുത്തും. നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു പോകരുത് എന്നാണ്. ഇന്ന് പുതിയ പുതിയ രോഗങ്ങളും മരുന്ന് കണ്ടുപിടിക്കാത്ത ഒരുപാട് രോഗങ്ങളുമൊക്കെ നമ്മുടെ ഇടയിൽ വരുമ്പോൾ നാം ചിന്തിക്കണം, എന്തുകൊണ്ടാണിത്? കാലാവസ്ഥയ്ക്ക് വ്യതിയാനങ്ങൾ വരുമ്പോൾ നാം ചിന്തിക്കും, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ജീവിതത്തിൽ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കും, എന്തുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നിന്ന് ഞാനും നിങ്ങളും മാറ്റപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ അതൊരു കാരണമാകാൻ മാത്രമല്ല, ജീവിതത്തിങ്കലേക്ക് തിരികെ വരുവാനുള്ള ഒരു വിളിയായി ഇതിനെ കാണണം.
പ്രാർത്ഥനയോടെ ലോകമുറ്റിരിക്കുന്നത് നാളുകളിൽ എനിക്കും നിങ്ങൾക്കും സമാധാനത്തോടും സന്തോഷത്തോടും മനുഷ്യബന്ധങ്ങളെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുവാനുള്ള അനുഭവങ്ങൾ ഉണ്ടാവണം. ഇന്നത്തെ പോലെ സാമൂഹിക അകലം പാലിക്കുന്നതിൽ നിന്ന് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിലേക്കൊന്ന് തിരികെ വരാൻ നമുക്ക് കഴിയണം എന്നുള്ള പ്രാർത്ഥന. അതിന് ഈ വിശുദ്ധിയോടെയുള്ള അനുഭവം ഉണ്ടാവണം. ഇത് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം, സക്കായിയുടെ ജീവിതത്തിൽ കടന്നു വന്ന അവൻ്റെ ഭവനത്തിൽ വന്ന കർത്താവ് കൊടുത്ത അനുഗ്രഹമാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടാകും. ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടാകും. ഭവനങ്ങൾ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് രണ്ടാമത്തെ അനുഗ്രഹം. എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങൾ രക്ഷയിലേക്ക് വരണം എന്നാണ്. നാം പലപ്പോഴും വീടിൻ്റെ മുമ്പിലൊക്കെ എഴുതി വെക്കാറുണ്ട്, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. ഇതെവിടെയാണ് എഴുതി വെക്കുന്നത്? എവിടെയാണ് ഇത് അടിച്ചു വെക്കുന്നത്? സിറ്റ് ഔട്ടില്ല സാധാരണഗതിയിൽ അടിച്ചു വെക്കുന്നത്, അല്ലേ? ഇത് സിറ്റ് ഔട്ടിൽ ഇത് അടിച്ചു വെക്കും. സന്ധ്യയാകുമ്പോൾ കഥ കടയ്ക്കും. പിന്നെ ക്രിസ്തു വെളിയിലും നമ്മൾ അകത്ത് വാ. പല ഭവനങ്ങളിൽ നിന്നും ക്രിസ്തു ഇറങ്ങിപ്പോകുന്ന അനുഭവങ്ങളാണിന്ന്. വീടുകൾ ഇന്ന് പരസ്പര ബന്ധമില്ലാത്ത ലോഡ്ജുകൾ പോലെയായി തീരുന്നുണ്ട്, ഇല്ലേ? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ബഹളമയമായ ഒരു അനുഭവത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. മാനസികമായ വരുത്തങ്ങളും സ്നേഹവും കരുതുന്ന ഭവനങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. അതുകൊണ്ട് സങ്കല്പത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുവരുവാൻ കഴിയണം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഭവനത്തിലെ സന്തോഷം എന്താ? ഇഷ്ടംപോലെ പണമുള്ള, കാറുള്ള, സമ്പത്തുള്ള, ജീവിത സാഹചര്യങ്ങളുള്ള ഭവനമാണ് നാം വലിയ സന്തോഷമുള്ള ഭവനങ്ങളായി പലപ്പോഴും കാണുന്നത് പുറമേ നിന്ന് കാണുമ്പോൾ. പക്ഷേ അകമേ മാനസിക സ്നേഹമുള്ള, അടുപ്പമുള്ള ഭവനങ്ങളാണ് നമുക്കുണ്ടാവേണ്ടത്. നീലം മാങ്ങ എന്ന് പേരുള്ള ഒരു പുസ്തകമുണ്ട്, ഒരു കഥയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ കഥ ഇങ്ങനെയാണ്: വീടുകൾ, നമ്മുടെ വീടുകൾ നീലം മാങ്ങ പോലെയാണ്. പുറമേ കണ്ടാൽ നന്നായിരിക്കും, നല്ല നിറം, പക്ഷേ അകമോ മുഴുവൻ പുഴുക്കൾ നിറഞ്ഞത്. മുറിച്ചു നോക്കുമ്പോൾ അതെല്ലാം പുഴുക്കളായിരിക്കും. ജീവിതത്തിൽ ഭവനങ്ങളുടെ രക്ഷ ഒരു വലിയ കാര്യമായി മാറണം. സക്കായിയുടെ ജീവിതത്തിലേക്ക് യേശു തമ്പുരാൻ കടന്നു വന്നവൻ്റെ ഭവനത്തിൽ വന്ന് അവന് രക്ഷ കൊടുക്കുന്നതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഈ ഭവനം എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്? ഈ ഭവനം രക്ഷിക്കപ്പെടുവാൻ ചില കാരണമുണ്ട്. യേശു തമ്പുരാൻ അവൻ്റെ ഭവനത്തിലേക്ക് വന്ന് പറഞ്ഞത്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ട്. ഒറ്റ കാരണമേ ഉള്ളൂ, ഇവൻ അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടാകും. ഭവനങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ നാം ആരായി മാറണം? അബ്രഹാമിൻ്റെ മക്കളായി മാറണം. അബ്രഹാമിൻ്റെ മക്കളായി മാറണം. യഹൂദ റബിമാർ പഠിപ്പിക്കുമ്പോൾ അവരുടെ പഠനത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ അബ്രഹാമിൻ്റെ മകനായി തീരണമെങ്കിൽ 3 കാരണങ്ങൾ ഉണ്ടാവണം. 3 കാര്യങ്ങൾ ഉണ്ടാവണം അബ്രഹാമിൻ്റെ മകനായി ഒരാൾ മാറണമെങ്കിൽ. 1, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവനാകണം അബ്രഹാമിൻ്റെ മകൻ. ഒരുവൻ അബ്രഹാമിൻ്റെ മകനാകണമെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവനാകണം. ഇന്ന് ഇൻസ്റ്റന്റ് അനുഗ്രഹങ്ങളുടെ കാലമാണ്. പെട്ടെന്ന് അനുഗ്രഹങ്ങൾ കിട്ടണം. കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപേ അനുഗ്രഹങ്ങൾ കിട്ടണം. പ്രാർത്ഥിച്ചാൽ ഉടനെ അനുഗ്രഹം കിട്ടണം. ചില പാട്ടുകളുണ്ടല്ലോ, പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ ഉത്തരവുണ്ട് എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ കേൾക്കാറുണ്ട്. ആധുനിക ലോകത്തിൽ മനുഷ്യനെ എത്രയും പെട്ടെന്ന് അനുഗ്രഹങ്ങൾ കൊടുത്ത് പാട്ടിലാക്കാനുള്ളൊരു ആത്മീയതയുടെ ലോകമായി ഇന്ന്. എന്നാൽ അബ്രഹാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ മാർഗം, അബ്രഹാമിൻ്റെ മകനായി തീരുവാനുള്ള ഒന്നാമത്തെ മാർഗം, ഏത് പ്രതിസന്ധിയിലും ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലും പ്രതീക്ഷയോടെ കാത്തിരിക്കണം എന്നാണ്.
താനൊരു മകന് വേണ്ടി ആഗ്രഹിച്ചു, ലഭിച്ചില്ല. കാത്തിരുന്നു, വീണ്ടും കാത്തിരുന്നു. ജീവിതത്തിൻ്റെ അന്ത്യം ഉടനെ സംഭവിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോഴും പ്രതീക്ഷയോടെ കാത്തിരുന്നു. ദൈവം എനിക്ക് തരാനുള്ളത് തരും. എനിക്ക് ചോദിച്ചപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് ഇനി ദൈവം വേണ്ട, അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തെ ഞാൻ അറിയാം, മറ്റൊരു രീതിയിലേക്ക് പോകാം, മറ്റൊരു പ്രാർത്ഥനയ്ക്ക് പോകാം, മറ്റൊരിടത്തേക്ക് ഞാൻ മാറിപ്പോകുന്നു എന്ന് ചിന്തിക്കുന്നവരിൽ അബ്രഹാം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഭവം ഇതാണ്. നീ പ്രതീക്ഷയോടെ നിന്റെ ജീവിത അവസാനം വരെ കാത്തിരിക്കുമ്പോഴും നിനക്ക് നന്മകൾ തരുന്നൊരു ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ ജീവിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. നീ അബ്രഹാമിന്റെ പുത്രനായി മാറും. നഷ്ടപ്പെട്ട പ്രതീക്ഷകളോടെ അല്ല ദൈവത്തെ സമീപിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ രാവളുക്കോളം യബ്ബോക്ക് നദിയുടെ തീരത്ത് വെച്ച് യാക്കോബ് ദൈവദൂതനുമായി മൽപ്പിടുത്തം നടത്തിയത്. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവനാണ് യാക്കോബ്. ആഗ്രഹിച്ചതൊക്കെ നേടി, എല്ലാം നേടി, ഒരുപാട് അനുഗ്രഹങ്ങൾ യാക്കോബ് നേടി. പക്ഷേ അക്കരയ്ക്ക് കടക്കുവാൻ യബ്ബോക്ക് നദിയുടെ ഇക്കരെ നിന്നപ്പോ, ആ രാത്രിയിൽ ദൈവദൂതനുമായി മൽപ്പിടുത്തം നടത്തിയപ്പോൾ യാക്കോബ് പറഞ്ഞതെന്താ? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും രാവളുക്കോളമുള്ള മൽപ്പിടുത്തമുണ്ട്. എന്തിനു വേണ്ടി? അനുഗ്രഹങ്ങളെ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാനായിട്ട്. അതിന് സമയമോ കാലമോ ഒരു പരിധിയല്ല. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പിടിച്ചു വാങ്ങാമെന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ ആഭിചാരകനാ ശീമോനെ പോലെയാകും. എന്താ ആഭിചാരകനാ ശീമോന്റെ ആത്മീയത? സൗഖ്യം ശിഷ്യന്മാർ കൊടുക്കുന്നത് മാറി നിന്ന് കണ്ട ആഭിചാരകനാ ശീമോൻ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പണം തരാം, ഈ അനുഗ്രഹവും ഈ കഴിവും എനിക്കൊന്ന് പകർന്നു തരണം. ഭവനം രക്ഷിക്കപ്പെടണമെങ്കിൽ ആഭിചാരകനാ ശീമോനെ പോലെ പണം കൊടുത്ത് ദൈവാനുഗ്രഹം വാങ്ങുവാനുള്ളതല്ല, മറിച്ച് ക്ഷമയോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോഴാണ്. ഈ കാത്തിരിക്കുന്നവരാണ് അബ്രഹാമിന്റെ മകനായി മാറുക. രണ്ടാമത്, അബ്രഹാമിന്റെ മകനാകാനുള്ള രണ്ടാമത്തെ യോഗ്യത, തനിക്ക് അവകാശപ്പെട്ടതുപോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്നവൻ ആരോ അവനാകും അബ്രഹാമിന്റെ മകൻ. തനിക്ക് അവകാശപ്പെട്ടതുപോലും വിട്ടുകൊടുക്കാനുള്ള മനസ്സ്. അബ്രഹാമും ലോത്തും, സഹോദരപുത്രനായ ലോത്തും അബ്രഹാമും വേർപിരിയാൻ തീരുമാനിച്ചു. ജ്യേഷ്ഠനായ അബ്രഹാമിന് തീർച്ചയായും ആദ്യത്തെ തെരഞ്ഞെടുപ്പിനുള്ള അവകാശമുണ്ട്. പക്ഷേ അബ്രഹാം ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ഇങ്ങനെയൊരു വീതം വെപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് വിട്ടുകൊടുക്കാനുള്ള മനസ്സ്, പിടിച്ചെടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ട്. ആർജവമുണ്ട്, ആർത്തിയുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ വിട്ടുകൊടുക്കാനൊരു മനസ്സുണ്ടോ? ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലാണെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടോ? നമുക്കുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന എന്തെങ്കിലും കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? കേൾക്കുമോ? കുഞ്ഞുങ്ങൾ പറയുന്ന ഒന്ന് അനുസരിക്കുമോ? നമ്മൾ കേൾക്കുമോ? ഇല്ല. കാരണം ഞാൻ പറയുന്നതാണ് എപ്പോഴും ശരി, ഞാൻ പറയുന്നതാണ് എപ്പോഴും ശരി. അവിടെ ഒരു വിട്ടുവീഴ്ച നമുക്കില്ല. സക്കായി അബ്രഹാമിന്റെ പുത്രനായി മാറി ഭവനം അനുഗ്രഹിക്കപ്പെട്ട രക്ഷയുടെ പാതയിലേക്ക് വരുവാനുള്ള കാരണം എന്താ? യേശു തമ്പുരാൻ അവന്റെ ഭവനത്തിൽ വന്നു എന്നുള്ളതും, അവനോട് ആവശ്യപ്പെടാതെ തന്നെ അവൻ പറഞ്ഞു, എൻ്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. തീർന്നില്ല, ആരോടെങ്കിലും ഞാൻ പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കും. അങ്ങനെ കൊടുക്കാനാണെങ്കിൽ സഹോദരൻ്റെത് എത്രമാത്രം നമ്മൾ പിടിച്ചു പറിച്ചിട്ടുണ്ട്.
വസ്തു വീതം വെക്കുമ്പോൾ അടിപിടിയില്ലാത്ത എത്ര വീടുകളുണ്ട്? അപ്പനോട് പിണങ്ങാത്ത എത്ര മക്കളുണ്ട്? വിട്ടുകൊടുക്കലുണ്ടോ? കുറേ നാളുകൾക്ക് മുൻപ് ഞാനിരുന്നൊരു പള്ളിയിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു വസ്തു തർക്കത്തിന് വേണ്ടി പോയി. തർക്കം ഇതാണ്: 2 ആൺമക്കളും ഒരു പെണ്ണുമാണ് ആ പിതാവിനും മാതാവിനും ഉള്ളത്. തമ്മിൽ വസ്തു വീതം വയ്ക്കുന്നതിന് തർക്കമുണ്ടായി. അപ്പോൾ അപ്പൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അങ്ങോട്ടൊന്ന് വരണം, ഇവരോടൊന്ന് സംസാരിക്കണം. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മക്കൾ 3 പേരുമുണ്ട്. മൂത്തവൻ അമേരിക്കയിൽ കോടികൾ സമ്പാദിച്ച് എറണാകുളത്തും തിരുവനന്തപുരത്തും ഫ്ലാറ്റുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്. പെങ്ങൾക്ക് അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇളയ സഹോദരൻ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവനാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവനാണ്. അവൻ പറഞ്ഞു, ആ കുടുംബം എനിക്കിങ്ങ് തരണം. അമേരിക്കയിൽ ജീവിക്കുന്നവൻ പറഞ്ഞു, കുടുംബം നന്നാക്കിയത് ഞാനാണ്, അതുകൊണ്ട് കുടുംബം എനിക്ക് വേണം. മാത്രമല്ല, ഈ കുടുംബത്തിന് ചുറ്റും കിടക്കുന്ന സ്ഥലവും എനിക്ക് വേണം. അപ്പം ഞാൻ ആ പണമുള്ളവനോട് ചോദിച്ചു, നിനക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇഷ്ടം പോലെ താമസിക്കാൻ സൗകര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടല്ലോ, പിന്നെന്താ നിനക്കിതൊന്ന് വിട്ടുകൊടുത്തുകൂടെ? നിൻ്റെ അനുജന് വേണ്ടി 2 പെൺമക്കളെ പഠിപ്പിക്കാൻ പ്രയാസപ്പെടുന്നു, ജീവിക്കാൻ വേണ്ടി കൂലിപ്പണി ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു സഹോദരന് വേണ്ടി വിട്ടുകൊടുക്കാൻ നിനക്ക് മനസ്സില്ലേ? അപ്പോൾ പറഞ്ഞു, എൻ്റേത് എനിക്കും അവനുണ്ടാക്കിയതെല്ലാം അവനും അങ്ങനെ മതി. ഈ ഭവനത്തിന് എവിടെയാണ് രക്ഷയുണ്ടാവുക? ഒരു ഉദാഹരണം, ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വായിക്കുമ്പോൾ വസ്തു വീതം വെക്കുന്നതിന് പേരിൽ വീതം വെക്കാൻ വേണ്ടി അടിച്ചിരുന്ന കുറ്റിയെടുത്ത് അപ്പൻ്റെ തലക്കടിച്ച് അപ്പനെ കൊന്ന എത്രയോ സംഭവങ്ങളുണ്ട്. മാതാപിതാക്കളോട് ഇന്നും വസ്തു വീതം വെച്ചതിൻ്റെ പേരിൽ സംസാരിക്കാത്ത എത്ര മക്കളുണ്ട്? അപ്പോഴാണോ തനിക്ക് അവകാശപ്പെട്ടതുപോലും വിട്ടുകൊടുക്കുവാൻ ഇവിടെ അബ്രഹാം തയ്യാറായതുകൊണ്ട് അതേ പാത പിന്തുടർന്ന സക്കായിയോട് പറയുകയാണ്, നീ അബ്രഹാമിന്റെ മകനാകൊണ്ട് നീ ഭവനത്തിന് രക്ഷയുണ്ടായി. പ്രിയമുള്ളവരെ, ഭവനങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. അത് വസ്തുവകകൾ മാത്രമല്ല, വേദനപ്പെടുന്നവന്, കഷ്ടപ്പെടുന്നവന്, ഇല്ലായ്മക്കാരന് വേണ്ടി ഒന്ന് അയഞ്ഞു കൊടുക്കാൻ കഴിയണം. നീ ബാങ്ക് ബാലൻസുകൾ സമ്പാദിച്ച് കൂട്ടി വെച്ച് ഇഷ്ടംപോലെ പണമുണ്ടാക്കി ജീവിക്കുമ്പോഴും തൊട്ടയൽപക്കത്ത് കിടക്കുന്നവൻ പട്ടിണിയിലും പ്രയാസത്തിലും പരിവട്ടത്തിലും കിടക്കുമ്പോൾ അവനെ നീ സഹായിക്കുവാൻ നിന്റെ കൈ ഉയരുന്നില്ലെങ്കിൽ നിന്റെ ഭവനത്തിന് രക്ഷയുണ്ടാവുകയില്ല, നീ അബ്രഹാമിന്റെ മകനാവുകയുമില്ല. അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ ഒരു മനസ്സെപ്പോഴുണ്ടാകുന്നോ അവിടെയാണ് നീ അബ്രഹാമിന്റെ മകനായി മാറുന്നത്. തൻ്റെ ഒരു തുള്ളി വിയർപ്പ് പോലും വീണിട്ടില്ലാത്ത മാതാപിതാക്കളുടെ സ്വത്തിനു വേണ്ടി കടിപിടി കൂട്ടുമ്പോൾ ഇല്ലാത്ത സഹോദരന്, കഷ്ടപ്പെടുന്ന സഹോദരന് വേണ്ടി ഒന്നയഞ്ഞു കൊടുക്കാൻ കഴിയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങൾ രക്ഷിക്കപ്പെടും, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. മൂന്നാമത്, അബ്രഹാമിൻ്റെ മകനാകാനുള്ള യോഗ്യത, യഥാർത്ഥ ധനം ദൈവമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ഭവനത്തിന് രക്ഷയുണ്ടാകും. യഥാർത്ഥ ധനം ദൈവമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പാടി പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ. ഇങ്ങനെയൊരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? ദൈവത്തെക്കാൾ വലുതല്ല ഭൗതിക സമ്പത്ത് എന്നൊരു ചിന്തയുണ്ടോ? നമ്മുടെ സമ്പത്ത് കൊടുത്ത് ദൈവാനുഗ്രഹം വാങ്ങിക്കാൻ ശ്രമിക്കുന്നവരാ നമ്മൾ.
അല്ലേ? പണത്തിൻ്റെ കൊഴുപ്പിൽ ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്ന, ദൈവത്തെ കാശ് കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അവിടെ നമ്മുടെ സമ്പത്തിനെ ഒന്ന് ഇല്ലായ്മ ചെയ്ത് ദൈവമാണ് യഥാർത്ഥ സമ്പത്ത് എന്നൊന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമോ? ഇന്ന് സഭകളും ഇടവകകളും ഭവനങ്ങളും വ്യവസായവൽക്കരിക്കപ്പെടുകയാണ്. പെരുന്നാൾ കഴിയുമ്പോൾ കമ്മിറ്റി കൂടും. കമ്മിറ്റി കൂടുമ്പോൾ ട്രസ്റ്റി പറയും. കണക്ക് വായിക്കുന്നത് ട്രസ്റ്റി ആയതുകൊണ്ടും കണക്ക് കൈകാര്യം ചെയ്യുന്നത് ട്രസ്റ്റി ആയതുകൊണ്ടും ട്രസ്റ്റി പറയും, അച്ഛാ കമ്മിറ്റിക്കാരെ, ഇപ്രാവശ്യത്തെ പെരുന്നാൾ നഷ്ടമായിരുന്നു. എങ്ങനെ നഷ്ടമായിരുന്നു? വരവിൻ്റെ കാര്യത്തിൽ നഷ്ടമായിരുന്നു. പലപ്പോഴും ആത്മീകമായ അനുഭവങ്ങൾ പള്ളിയിൽ നടക്കുമ്പോൾ അതിൻ്റെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്നത് പണത്തിൻ്റെ വ്യവസ്ഥയിലാണ്. മാറ്റപ്പെടണം. ജനത്തിൻ്റെ മാനസാന്തരവും ജനത്തിൻ്റെ ജീവിത അനുഭവങ്ങളും വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തവും പ്രാർത്ഥനാപൂർവമുള്ള ദൈവസാന്നിധ്യ ബോധവുമാണ് യഥാർത്ഥ സമ്പത്ത് തിരിച്ചറിയണം. അതുകൊണ്ട് പെരുന്നാളുകൾ ലാഭമായി തീരുന്നത് ജനങ്ങളുടെ ആത്മീകമായ അഭിവൃദ്ധിയിലാണ്. ഇടവക അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെയാണ്. സഭ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ ലാഭം അങ്ങനെയാണ്. അല്ലാതെ ലാഭത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതല്ല. അതിന് വിധേയപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങളെപ്പോലെയുള്ള വൈദികരും. ഓരോ പള്ളിയിൽ ചെല്ലുമ്പോഴും ഓരോ രീതിയാണ്. ആ രീതിക്കനുസരിച്ച് നമ്മൾ തുള്ളിക്കോണം. മാറ്റം പറഞ്ഞാലോ പിന്നെ അച്ഛനെ കൊള്ളത്തില്ല. കൊള്ളാം. എന്തെങ്കിലും ഒരു മാറ്റം പറഞ്ഞാൽ പിന്നെ വൈദികരെ കൊള്ളാമോ? ഇല്ല. ജനത്തിൻ്റെ താളത്തിന്, പള്ളിയുടെ താരിഫിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവർ വന്നാൽ മതി. ഇവിടെ എന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാ ഇടവകളിലെയും കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവർ മതി. ഇവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല. തെറ്റുകളെയും കുറവുകളെയും ചോദ്യം ചെയ്യുന്നവരെ ആർക്കും ഇഷ്ടമല്ല, ഇല്ലേ? പള്ളിയിൽ വന്നിട്ടൊരു കുറവ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് താല്പര്യമുണ്ടോ അത് കേൾക്കാൻ? അങ്ങനെയുള്ള അച്ഛന്മാരെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മിണ്ടാതെ വന്ന് പണി ചെയ്തിട്ട് പൊക്കോണം വേണം. രക്ഷയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥ സമ്പത്ത് ദൈവമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ആ തിരിച്ചറിവാണ് എന്നെയും നിങ്ങളെയും അബ്രഹാമിൻ്റെ മകനാക്കി മാറ്റുന്നതും ഭവനത്തിന് രക്ഷയുണ്ടാക്കുന്നതും. അതുകൊണ്ട് നാം ഒരുമിച്ചായിരിക്കുന്ന അനുഭവം, പ്രാർത്ഥനയിലും കരുതലിലും ഉണ്ടാകുന്ന അനുഭവം യഥാർത്ഥ സമ്പത്ത് ദൈവമാണെന്നറിയണം. വിവാഹങ്ങൾ ആലോചിക്കുമ്പോൾ, മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ എല്ലാവരും നോക്കുന്നത് പണവും സമൃദ്ധിയും മാനവുമൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഒരു ദൈവീകതയിൽ ജീവിത അനുഭവങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? എല്ലായിടത്തും ധനത്തിനാണ് പ്രധാന സ്ഥാനം, പണത്തിനാണ് പ്രധാന സ്ഥാനം. അവിടെയാണ് അബ്രഹാമിൻ്റെ ഭവനം എന്നുള്ള പേര് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നാം ആദ്യം പറഞ്ഞതിലേക്ക് പോകാം. ഇന്ന് നീ അനുഗ്രഹിക്കപ്പെടും. ഒന്നാമത്തെ അനുഗ്രഹം എന്തായിരുന്നു? ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ളത് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം, ഇന്ന് നിന്റെ ഭവനത്തിന് രക്ഷയുണ്ടാകും. മൂന്നാമത്തെ അനുഗ്രഹം, നീ നിന്നോടുകൂടി പറുദീസയിലിരിക്കും. കുരിശിൻ്റെ വലതുഭാഗത്ത് കിടന്ന കള്ളൻ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, നീ ദൈവമാണെന്ന് ഏറ്റുപറയുമ്പോൾ അവന് കൊടുക്കുന്ന അനുഗ്രഹമാണ്, നീ നിന്നോടുകൂടി പറുദീസയിലിരിക്കും. നിന്റെ സ്ഥാനം പറുദീസയാണ്. പറുദീസയിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കമാണ് ഈ ജീവിതം. പറുദീസയിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളുമൊക്കെ. ജീവിതം പറുദീസയാക്കി മാറ്റുവാൻ, ഭവനങ്ങൾ പറുദീസയാക്കി മാറ്റുവാൻ, ആയിരിക്കുന്ന ഇടങ്ങൾ പറുദീസയാക്കി മാറ്റുവാൻ എനിക്കും നിങ്ങൾക്കും ഒരു വിളി. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ഞാനുള്ളിടം പറുദീസയാണ്.
ഞാൻ എവിടെയായിരിക്കുന്നുവോ അവിടം പറുദീസയാണ്. എൻ്റെ ഭവനത്തിൽ ക്രിസ്തു വസിക്കുന്നെങ്കിൽ അവിടം പറുദീസയാണ്. എൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നെങ്കിൽ അവിടം പറുദീസയാണ്. ഇടവകയിൽ ദൈവം വസിക്കുന്നെങ്കിൽ അവിടം പറുദീസയാണ്. നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. അതുകൊണ്ട് ഒരുക്കത്തിൻ്റെ അനുഭവം, മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദേവാലയങ്ങൾ പണിയുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നു. ദേവാലയ പണിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കല്ലുകൾ ഒരുക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കല്ലുകൾ ഒരുക്കപ്പെട്ടിരുന്നത് കൊണ്ട് ആലയം പണിയുന്ന സമയത്ത് മഴു, ചുറ്റിക മുതലായ ഇരുമ്പ് സാധനങ്ങളുടെ ശബ്ദമൊന്നും കേൾപ്പാനില്ലായിരുന്നു. ഭൂമിയാകുന്ന വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ഒരുക്കപ്പെടണം. യേശുക്രിസ്തു മൂലക്കല്ലും അപ്പസ്തോലന്മാർ അടിസ്ഥാനവും നാം ജീവനുള്ള കല്ലുകളുമായി പണിയപ്പെടാൻ പോകുന്ന സ്വർഗീയ ഊർശ്ലേമിൻ്റെ പണിയിലേക്കുള്ള യാത്രയിലാണ് ഈ ഒരുക്കപ്പെടുന്ന കല്ലുകൾ. ഇവിടെ വെച്ച് തന്നെ ഒരുക്കപ്പെട്ടു പോയാൽ പിന്നീട് ഒരു ഒരുക്കലിൻ്റെ ആവശ്യമില്ല, അവിടെ നിശബ്ദമായിരിക്കും. ഒരുക്കപ്പെടുന്ന ഇടത്തുനിന്ന് കല്ലുകൾ എടുത്ത് പണിയപ്പെടുന്ന ഇടത്തേക്ക് മാറ്റിവെക്കുമ്പോൾ പണി മാത്രമേ പിന്നെ ആവശ്യമുള്ളൂ, ഒരുക്കലിൻ്റെ ആവശ്യമില്ല. ചേർത്ത് പോകുന്ന അനുഭവമാണ്. എനിക്കും നിങ്ങൾക്ക് മുൻപേ കടന്നുപോയിട്ടുള്ള പരിശുദ്ധ പരിശുദ്ധന്മാരും ശ്രേഷ്ഠന്മാരുമായ ആളുകൾ പറുദീസയുടെ പണിയിലേക്ക് കടിച്ചെന്നപ്പോൾ അവരോടൊപ്പം അടുത്ത കല്ലുകളായി കടന്നു ചെല്ലുവാൻ വേണ്ടി ഒരുക്കപ്പെട്ട ഈ ഭൂമിയിൽ കാത്തിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഇന്നോ നാളെയോ ഈ കല്ലുകൾ ഒരുക്കപ്പെട്ടതാണെങ്കിൽ അവിടത്തേക്ക് മാറ്റപ്പെടും, അവിടെ പണിയിലേക്ക് കൊണ്ടുചെന്ന് വെക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കുറവുകൾ തീർക്കപ്പെടണം. പറുദീസയിലേക്കുള്ള പ്രവേശനത്തിന്, സ്ഥാനത്തിന് യോഗ്യത ഉണ്ടാകണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കുറവ് തീർക്കപ്പെട്ട കല്ലുകളായി മാറണം. ഇവിടെ വെച്ച് തന്നെ കല്ലുകൾ ഒരുക്കപ്പെട്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിലായി തീരണം. അതിൻ്റെ രൂപവും ഭാവവും, ക്രിസ്തുവിൻ്റെ രൂപവും ഛായയും എന്നിൽ നിങ്ങൾ ഉണ്ടാകട്ടെ. അതാണ് ശ്ലീഹ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാവട്ടെ. സ്വന്തം രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിലും കുറവുകളിലും വീണ് അവൻ്റെ രൂപത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ പിന്നീട് ഒരുക്കപ്പെട്ട് മാത്രമേ പറുദീസയുടെ പണിയിലേക്ക്, ആലയത്തിൻ്റെ പണിക്ക് കല്ലുകളായി പോകുവാൻ നമുക്ക് അവകാശമുള്ളൂ. അതുകൊണ്ട് വിശുദ്ധിയിലേക്ക് പോകുവാൻ നമുക്കിടയാവണം. ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നൊരു നാടകമുണ്ട്. വിശ്വവിഖ്യാതമായ ഒരു നാടകമാണ്. ക്രിസ്റ്റഫർ മാർലോ ഒരുപാട് ഇതുപോലെയുള്ള നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളുമാണ്. ഡോക്ടർ ഫോസ്റ്റസ് വിശ്വവിഖ്യാതമായ ഒരു നാടകമാണ്. ആ നാടകത്തിൻ്റെ അനുഭവം ഇതാണ്. ഡോക്ടർ ഫോസ്റ്റസ് ഒരു ഭിഷഗ്വരനാണ്, ഡോക്ടറാണ്, രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്, ഒരു വൈദ്യനാണ്. ഡോക്ടർ ഫോസ്റ്റസ് ഒരു ദൈവവിശ്വാസിയുമാണ്. കുറേ നാൾ അദ്ദേഹം പ്രാർത്ഥിച്ച് രോഗികളെയൊക്കെ സുഖപ്പെടുത്തി ഇങ്ങനെ ജീവിക്കുമ്പോൾ കാലങ്ങൾക്ക് ശേഷം അയാൾക്ക് മനസ്സിലൊരു ചിന്ത, ഇത്രയും നാളും ദൈവത്തെ ആരാധിച്ചല്ലോ, ഇനിയും ചില ഭൗതിക സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഈ ഭൂമിയുടെ എല്ലാ സൗന്ദര്യങ്ങളും ഒന്ന് ആസ്വദിക്കണം. ഇക്കാലം അത്രയും ദൈവികമായ ജീവിതത്തിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചവനാണ് ഞാൻ. ഇനി അങ്ങനെ പാടില്ല, ഈ ഭൂമിയുടെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കണം. അതിന് എല്ലാ അനുഭവങ്ങളും എനിക്കൊന്ന് ആസ്വദിക്കണം. അതിനെന്താണ് മാർഗം? അദ്ദേഹം ഒരു സാറ്റാനിക് വർഷിപ്പ് തുടങ്ങി. സാത്താനെ ആരാധിക്കാൻ തുടങ്ങി. സാത്താൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുക. അയാളോട് ചോദിച്ചു, ഡോക്ടർ ഫോസ്റ്റസിനോട് ചോദിച്ചു, എന്താണ് നിന്റെ ആഗ്രഹം? അപ്പോൾ പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ ദൈവത്തെ സേവിക്കുകയായിരുന്നു, അവനെ ആരാധിക്കുകയായിരുന്നു. പക്ഷേ അടങ്ങി ഒതുങ്ങി സ്വസ്ഥമായുള്ളൊരു ജീവിതമായിരുന്നു എനിക്ക്. അത് പോരാ, എനിക്കിനി ഭൂമിയുടെ സൗന്ദര്യവും ഭൂമിയുടെ സന്തോഷങ്ങളും സുഖങ്ങളുമൊക്കെ ഒന്ന് ആസ്വദിക്കണം. സാത്താൻ പറഞ്ഞു, ശരി, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കുഴപ്പം, അടുത്ത 25 വർഷത്തേക്ക് നിന്റെ ഹൃദയം എനിക്ക് പണയം വെക്കണം.
അടുത്ത 25 വർഷക്കാലത്തേക്ക് നിന്റെ ഹൃദയം എനിക്ക് പണയം വെക്കണം. ഫോസ്റ്റസ് സമ്മതിച്ചു. അവർ തമ്മിൽ കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും സൗന്ദര്യങ്ങളും സൗഭാഗ്യങ്ങളുമൊക്കെ ഡോക്ടർ ഫോസ്റ്റസിനെ സാത്താൻ കാണിക്കാൻ തുടങ്ങി. 25 വർഷം പൂർത്തിയായി. അവർ കരാർ തമ്മിൽ പൂർത്തിയായി. 25 വർഷം പൂർത്തിയായി. 25 വർഷം പൂർത്തിയായപ്പോൾ സാത്താനോട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കരാർ അവസാനിച്ചു, ഇനി എനിക്കെൻ്റെ ഹൃദയം തിരിച്ചു തരണം. നമ്മൾ തമ്മിലുള്ള കരാർ അവസാനിച്ചു, ഇനി എൻ്റെ ഹൃദയം തിരിച്ചു തരണം. സാത്താൻ പറഞ്ഞു, സാധ്യമല്ല, ഇക്കാലം അത്രയും നിന്റെ ഹൃദയം എൻ്റേതായിരുന്നു, അതുകൊണ്ട് ഇനിയും തിരികെ തരാൻ സാധ്യമല്ല. അവിടെയാണ് ക്രിസ്റ്റഫർ മാർലോയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ ധ്വനി ഉയരുന്നത്. ക്രിസ്റ്റഫർ മാർലോ ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തി. അതിൽ നിന്ന് രക്തത്തുള്ളികൾ വീഴുന്ന ക്രിസ്തുവിൻ്റെ കുരിശിലുള്ള രൂപമുണ്ട്. കൈകൾ വിരിച്ച് ആ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപത്തിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തിയിട്ട് നാടകം അവസാനിക്കുന്ന സമയത്ത് ക്രിസ്റ്റഫർ മാർലോ എഴുതി വെക്കുന്നു ഡോക്ടർ ഫോസ്റ്റസിന്റെ ഒരു പ്രാർത്ഥന: ഓ ലോർഡ്, ക്ലെൻസ് മീ വിത്ത് half a drop of blood from your cross. അല്ലയോ ദൈവമേ, നീ ചൊരിഞ്ഞ രക്തത്തിൽ നിന്ന് ഒരു തുള്ളിയുടെ പകുതി, ഹാഫ് എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, ഒരു തുള്ളിയുടെ പകുതിയെങ്കിലും എൻ്റെ മേലൊന്നൊഴിക്കണം, എന്നിട്ട് എന്നെ വിശുദ്ധീകരിക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധീകരണത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇതിനപ്പുറത്തൊരു പ്രാർത്ഥനയില്ല. ഒരു നാടകത്തിൻ്റെ അന്ത്യം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കൂടി, ഒരു നാടകമാണെന്ന് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കുമ്പോഴും ഈ മനുഷ്യന്റെ മുട്ടുകുത്തി കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ഇതാണ്: ഈ കുരിശിന്റെ ചുവട്ടിൽ മുട്ടുകുത്തി കൈകളുയർത്തി ക്രൂശിതന്റെ മുമ്പിൽ നിന്ന് വിലാപം കഴിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, പ്ലീസ് ഷെഡ് എ ഹാഫ് എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. പകുതി മതി, ഒരു തുള്ളിയുടെ പകുതി മതി എന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ. ഈ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമെങ്കിൽ, കുരിശിൽ നിന്ന് വീഴുന്ന രക്തത്തിന്റെ അളവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കുരിശിൽ മരിച്ച ക്രിസ്തു ഒഴുക്കിയ രക്തത്തിന്റെ എത്ര അനുഭവങ്ങൾ എന്നിലൂടെ കടന്നുപോയിട്ടും വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് നാം വരാത്തതിന്റെ കാരണം എന്താണ്? നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉള്ള ഒരു ക്രൂശിന്റെ ചിത്രമുണ്ടാവും. ആ ക്രൂശിൽ ഒരു റൂമാൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു. ആ റൂമാലിന്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഐ ആസ്ക്ഡ് ഹിം, ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഹൗ മച്ച് ഡു യു ലവ് മീ? നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? ഹി സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ്സ്, അവൻ കൈകൾ വിരിച്ചു കുരിശിന്മേൽ, എന്നിട്ട് പറഞ്ഞു, ദിസ് മച്ച്, ഇത്രമാത്രം. എവിടെയും കാണുന്നൊരു ചിത്രമാണിത്. ദൈവത്തോട് ഞാൻ ചോദിക്കുക, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? നിന്റെ സ്നേഹത്തിന്റെ അളവ് എത്രമാത്രമാണ് എന്നോടുള്ളത്? അവിടെയാണ് അവൻ പറയുക, കൈകൾ വിരിച്ചു കുരിശിന്മേൽ. എത്രമാത്രം വികസിപ്പിക്കാമോ അത്രമാത്രം നെഞ്ചും കൈകളും വികസിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കരുതലിന്റെ സ്നേഹത്തിന്റെ അളവ് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ, അളന്നു തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒന്നായി മാറുന്നത് ഇവിടെ മാത്രമാണ്. മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ അളവിന് അളവുണ്ട്, മക്കളുടെ സ്നേഹത്തിന് അളവുണ്ട്, കണക്കുണ്ട്. സഹോദരങ്ങളുടെ സ്നേഹത്തിനും അലിവിനും കണക്കുണ്ട്. എല്ലായിടങ്ങളിലും കണക്ക് പറയുമ്പോൾ കണക്ക് മധുരമില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി ഞാനും നിങ്ങളും ചോദിക്കുന്നു, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? ഈ സ്നേഹവും ഈ കരുതലുമാണ് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഏറ്റവും വലിയ മാർഗം. അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് നിന്റെ മുന്തിരിവള്ളികൾ ഫലം തരുന്നില്ലെങ്കിലും, നിന്റെ അത്തിവൃക്ഷങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, നിന്റെ മാതളങ്ങൾ നിനക്ക് ഫലം തരുന്നില്ലെങ്കിലും, ഇവിടെ നീ ഓർത്തിരിക്കുക, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 3 അനുഗ്രഹങ്ങളിലൂടെ നാം കടന്നുപോയത്. ജീവിതത്തിൽ
ലഭിക്കാവുന്ന ചില അനുഗ്രഹങ്ങൾ, സ്വാഭാവികമായ ജീവിതത്തിലെ വഴിയാത്രയിൽ അനുഭവിക്കാവുന്ന ചില അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങളിലൂടെ ഇന്ന് രാത്രി കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു വിളിയാണ് ഈ 3 നോമ്പിൻ്റെ ഈ സന്ധിയിൽ ലഭിക്കുക. യൗനാൻ നബിയുടെ ജീവിതത്തിലൂടെ ലഭിച്ച ഈ വലിയ വിളി മാർഗഭ്രംശം സംഭവിച്ചവർക്ക് വഴിയാത്രയിൽ കൂട്ടിരിക്കുന്ന ദൈവം എത്തിക്കേണ്ടിടത്ത് ശാന്തമായി എത്തിച്ച് നന്മകളെയും അനുഗ്രഹങ്ങളെയും സ്വർഗീയ ശ്രീഭണ്ഡാരം തുറന്ന് അമർത്തി കുലുക്കി നന്മകളായി മീഖാപ്രവാചകൻ പറയുന്നത് പോലെ നൽകുന്ന ദൈവം, ആ ദൈവത്തിനു മുമ്പാകെ അനുഗ്രഹിക്കപ്പെടുവാൻ തലവണക്കി മുട്ടുകുത്തിയിരിക്കുന്ന പ്രക്രിയ മാത്രം മതി എനിക്കും നിങ്ങൾക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുതൽ അങ്ങനെയാവട്ടെ. ആ കരുതലിൻ്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് ഇടയാവട്ടെ. സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. സാധു സുന്ദർ സിംഗ് ഒരു ദിവസം ഒരു വനത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം വനത്തിലേക്ക് കയറുന്നതിന് കുറച്ചു മുൻപ് ആ വനം കത്തിക്കരഞ്ഞുപോയി. മരങ്ങളെല്ലാം ഇങ്ങനെ തീപിടിച്ച് വാടി നിൽക്കുന്നു. മൃഗങ്ങളെല്ലാം ചത്തുകിടക്കുന്നു. ചില പക്ഷികൾ അവിടെ ഇവിടെയായി പറന്നു പോകാൻ സാധിക്കാത്തതൊക്കെ ചത്തുകിടക്കുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു വലിയ പക്ഷിയെ കണ്ടു. ഒരു വലിയ പക്ഷി ചിറക് വിരിച്ച് കിടക്കുന്നു, ചത്തുകിടക്കുകയാണ്. അപ്പോൾ സുന്ദർ സിംഗ് വിചാരിച്ചു, എന്തുകൊണ്ട് ഇത്ര വലിയൊരു പക്ഷിക്ക് ഈ തീ കണ്ടിട്ട് പറന്നു പോകാൻ സാധിച്ചില്ല? അതിൻ്റെ അടുത്ത് ചെന്ന് ചിറകൊന്ന് പൊക്കി നോക്കിയപ്പോൾ സുരക്ഷിതരായി കുറേ കുഞ്ഞുങ്ങളിരിക്കുന്നു. ആ കഥയുടെ അവസാനം, ആ സംഭവത്തിൻ്റെ അവസാനം സുന്ദർ സിംഗ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: നമ്മുടെ ദൈവവും നമുക്ക് വേണ്ടി ചെയ്തത് ഇത് തന്നെയല്ലേ? തൻ്റെ ജീവൻ ബലിയർപ്പിക്കുമ്പോഴും ഈ 2 കരങ്ങളുടെ അടിയിൽ എന്നെയും നിങ്ങളെയും സുരക്ഷിതരായി കാത്തുപരിപാലിച്ചൊരു ദൈവം, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏതനുഭവങ്ങളിലും കൂടെയുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ഒരു ദൈവം. ആ ദൈവികമായ അനുഭവത്തിലൂടെ ചേർന്ന് നടക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുക: 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ചേർന്ന് നടക്കുമോ? 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ചേർന്ന് നടക്കുമോ? ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്ന് നടക്കാൻ ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പരിശുദ്ധ മാമോദീസായിൽ എന്തായിരുന്നു ഉടമ്പടി? ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു. സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദത്തം, ഏറ്റവും വലിയ ഒരു വിളി, അവനോട് ചേർന്ന് നടക്കുവാൻ എടുത്തിട്ടുള്ള പ്രതിജ്ഞയാണ്. അത് ഒന്ന് പുതുക്കി ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമോ? ഈ രാത്രിയിൽ നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് മനുഷ്യരെ പിടിക്കുന്നവരാകാം. ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളോട് ചേർന്ന് പോകുവാൻ കഴിയുന്ന ഒരാത്മീയതയിലേക്ക് ഒന്ന് വരുവാൻ നമുക്ക് ഇടയാവണം. ഈ രാത്രിയിൽ ദൈവം നമ്മെ അതിന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോമ്പ് അനുഗ്രഹത്തിൻ്റെതും നന്മയുടേതുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.